Hi students, welcome to our maths class. Now we are going to a new lesson number 4, parts and wholes. I hope all the previous lessons, angles, next or mean car bag, such like or squares, I hope all of you are understand because there is no doubts for you. വാട്സപ്പിൽ ആരും ഡൗട്ടുകൾ ചോദിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടിരിക്കുകയാണ്. ആണോ? അല്ല, ഡൗട്ടുകൾ ഉള്ളവർ ഡൗട്ട് വിളിച്ച് ചോദിക്കണം കേട്ടോ. ഈ ലെസൺ വളരെ ഈസി ആണെങ്കിലും പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെയാണ്. The lesson parts and whole. What do you mean by whole? Whole എന്താ? HOLE ഹോളാണോ? അല്ല, WHOLE ഹോൾ, ഒരു മുഴുവൻ. നമ്മൾ എന്താ പറയുന്നത്? അച്ഛൻ ഒരു കേക്ക് കൊടുത്തു, ബർത്ത്ഡേ കേക്ക്. അച്ഛൻ ബർത്ത്ഡേ കേക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഓക്കെ, ബർത്ത്ഡേ കേക്കാ. എന്തു പറയും? ഇത് മൊത്തം എനിക്ക് വേണം, ഇത് മൊത്തം എൻ്റെ. ഹാപ്പി ബർത്ത്ഡേ ആരുടെയാന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ കേക്കാ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയ കേക്ക് ഇത് മുഴുവൻ എനിക്ക് വേണമെന്ന് പറയും. പറ്റുമോ? അപ്പം ആ മുഴുവനും അതിനാണ് ഹോൾ. കംപ്ലീറ്റ്. ഹോൾ മീൻസ് കംപ്ലീറ്റ്, മുഴുവൻ. അതിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പം അമ്മ എന്ത് പറയും? അങ്ങനെ പറ്റത്തില്ല, ഇത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. അച്ഛന്, അമ്മയ്ക്ക്, ചേച്ചിക്ക്, നിങ്ങൾക്ക്. അപ്പം ഇത് നോക്കിക്കേ, ഞാനിത് കട്ട് ചെയ്തു. പിന്നെ ഒരാളോടുണ്ടെന്ന് വെച്ചു, നിങ്ങൾ 5 പേര് വീട്ടിലുണ്ട്, 5 ആയിട്ടൊക്കെ കട്ട് ചെയ്യും. അപ്പം ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പാർട്സ് ആയിട്ട് എടുക്കുന്നതിന് പാർട്സ് എന്ന് പറയും. പാർട്സ്. ഇതൊരു പാർട്ട്, ഇത് അടുത്ത പാർട്ട്, ഇത് അടുത്ത പാർട്ട്, ഇത് അടുത്ത പാർട്ട്, ഇങ്ങനെ ഓരോ പാർട്ട്. ഇത് എത്ര പാർട്ടുകളുണ്ട്? ഇത് ഫാദർ, ഇത് മദർ, ഇത് സിസ്റ്റർ, ഇത് ബ്രദർ, ഇത് ഗ്രാൻഡ് ഫാദർ. ഇത്രയും പേർക്ക് കൊടുത്തു. ഓക്കെ, ഇതെന്താ? ഇതൊക്കെ ചെറീസ് ആട്ടോ. കേക്കിനകത്ത് ഇങ്ങനെ ചെറിയ കണ്ടിട്ടില്ലേ? ബർത്ത്ഡേ കേക്കൊക്കെ. ഓക്കെ, അപ്പം ടോട്ടൽ വലിയൊരു ഹോൾ കേക്ക് ഉണ്ട്. And cut it into parts. ഇതിനെ പാർട്സ് ആക്കി. How many parts are there? Total how many parts? 1, 2, 3, 4, 5 parts. Total 5 parts. അപ്പം 5 parts ഉണ്ട്. ഈ 5 പാർട്സിൽ ഫാദറിന് എത്ര പീസ് കൊടുത്തു? ഫാദർ ഗോട്ട് എത്ര പീസ് ഉണ്ട്? 1 പീസ്. ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 5 പീസ്. അപ്പം ഫാദർ ഗോട്ട് 1/5 പാർട്ട് ഓഫ് ഹോൾ. മനസ്സിലായോ? അപ്പോൾ ഫാദറിന് ഒരു ഹോളിന്റെ, ഒരു മുഴുവൻ കേക്കിന്റെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം കിട്ടി. അതാണ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, പാർട്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 5 പാർട്സ് ഉണ്ട്. മദർ ഹൗ മച്ച് ഷീ ഗോട്ട്. മദറിന് ഒരു പീസ്, ഓൺലി 1 പീസ്. ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 5. അപ്പം താഴെ എഴുതേണ്ട ടോട്ടൽ പീസും, അതായത് ഹോൾ എത്ര ആക്കുന്നു, ഹോളിനെ എത്ര പാർട്സ് ആക്കുന്നത്, ടോട്ടൽ പാർട്സും, മേളിൽ എത്ര ഒബ്റ്റെയിൻ ചെയ്തു, അല്ലെ എത്ര ഗോട്ട് ചെയ്തു, എത്ര കിട്ടി എന്നുള്ളതുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ദിസ് വൺ ഈസ് fraction. That is fraction. In fraction there are 2 parts. In upper part is numerator and the lower part is denominator. Okay, അതെല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഫാദറിനും മദറിനോട് എത്ര കിട്ടി? ഫാദർ ആൻഡ് മദറിനോട് എത്ര കിട്ടി? Father and mother. How many parts got father and mother? Father and mother.
ആർക്ക് കിട്ടി? ഫാദറിനും മദറിനും കിട്ടി. ഫാദറിന് ഒറ്റയ്ക്ക് 1/5 പാർട്സ്, മദറിന് 1/5 പാർട്സ്, ഫാദറിന് മദറിന് 2/5 പാർട്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ബ്രദർ, സിസ്റ്റർ മൂന്ന് പേർക്ക് കൂടെ എത്ര കിട്ടി? 1 2 3 parts out of how many parts are there? 5 parts. 5 equal. ഇത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈക്വൽ പാർട്സ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് നോക്കാം. അടുത്ത another example. Did you see the national flag? National flag കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാഷണൽ flag. How many colors are there in national flag? 3 colors. First one is saffron, in middle one is white, and last one is green. These 3 colors 3 equally divided. Suppose this is a rectangle. It's a rectangle. Here I divide this rectangle into 3 equal parts. Okay, I want to separate this by 3 equal parts. Okay, 3 equal parts. Here first one is saffron. Second one is white color, and the last one is green color. So ഈ ഫ്ലാഗിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് total how many parts are there? 3 parts. And at the saffron എത്ര parts ഉണ്ട്? ഈ 3 parts total ഉണ്ട്. അതിൽ എത്ര ഭാഗം? എത്ര parts means ഭാഗം. Okay, how many parts of saffron is in this flag? So here 1/3 what? 1/3 part is saffron, and white how many parts? Total 3 parts, and upon how many part is white? 1 part. And also green is also in how many parts? 1 part out of 3 parts. Okay, so this is a rectangle in national flag. Suppose national flag is a rectangle, we divided into equally into 3 parts. Out of 3 parts, 1 part is saffron color. Out of 3 parts, 1 is white color. Out of 3 parts, 1 is on green color. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായോ? There is some questions for you. Another question. You want to draw a rectangle of 9 cm long and 6 cm width. Okay, 9 cm long. Suppose this is 9 cm and 6 cm width. This is 6 cm. Okay, now I got a rectangle. Okay, the question is that divide it into 3 equal parts and complete the flag. ഇതിനെ equal different parts ആക്കണം, complete ഈ flag complete ആക്കണം. ഇതിനെ ഒരു flag ആക്കി വെക്കാം. എങ്ങനെ ആയിരിക്കാം? ഇതിനെ equal ആയിട്ട് ഇവിടെ 6 അല്ലേ, 6 ആകുമ്പോൾ 6നെ 3 അല്ലേ, 3 parts. We need 3 parts. അപ്പോൾ 6നെ 3 ആയിട്ട് divide. We want to divide 3. 2 3s are 6. So 2 cm വെച്ചുള്ള 3 കോളം വരയ്ക്കണം. ഇവിടെ 2 cm വിഡ്ത്തിലുള്ള 3 സെപ്പറേറ്റ് റെക്ടാങ്കിൾ ആയിട്ട് വരയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഈക്വലി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, in the top 1/3 of flag is saffron. ഇത് ടോട്ടൽ 3 ഭാഗമുണ്ട്. 1/3 this is 1/3 എന്ന് വെച്ചാൽ how to read this? 1/3 mean how to read this? 1/3. Okay, and next 5 6 5 read as 5/6. Okay, 5/6 like so. Okay, ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ 1/3 1/3 is saffron, 1/3 is white, 1/3 is green. This is the partition of rectangle into as a flag. ഫ്ലാഗിനെ നമ്മൾ വരയ്ക്കണമെങ്കിൽ ഈക്വലി വേണം, അല്ലാതെ ഫ്ലാഗിനകത്ത് ഇത്രയും ഭാഗം റെഡ്, ഇത്രയും ഭാഗം
equal parts as 3 parts. Okay, and 1/3 എന്നാണ് പറയുന്നത്. Now another flag is given here. The flag of Afghanistan is given here, page number 50. Page number 50 ൽ അഫ്ഗാനിസ്ഥാൻ ഫ്ലാഗ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇറ്റ്സ് എ റെക്ടാംഗിൾ ഓൾസോ. അത് ഒരു റെക്ടാംഗിൾ ആണ്. ലുക്ക്, it's also a rectangle. Here this rectangle is also equally divided into 3 parts, but on vertically. നമ്മളുടെ ഫ്ലാഗ് ഹൊറിസോണ്ടലി അല്ല ഈക്വൽ ആക്കി ഇട്ടേക്കുന്നത്, ബട്ട് അഫ്ഗാനിസ്ഥാൻ ഫ്ലാഗ് വെർട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ, ഫസ്റ്റ് പാർട്ട് ബ്ലാക്ക്, സെക്കൻഡ് പാർട്ട് റെഡ് ആൻഡ് ലാസ്റ്റ് പാർട്ട് ഈസ് ഗ്രീൻ. ഇതാണ് അഫ്ഗാനിസ്ഥാൻ ഫ്ലാഗ്. ഓക്കെ, ഈസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 3 parts. And the first question, now look at the flag. How much of it is black? How much of it is black? എത്ര ഉണ്ട്? How much of it is black? Black എത്ര ഭാഗമുണ്ട്? Total how many is there? 1 2 3. 3 out of 3 how many is black? Only 1 part. So we can write black is 1/3 or 1/3 part. Next, the green part of the flag can be written as green. Green എങ്ങനെ എഴുതാം? Green is also 1/3 അല്ലെങ്കിൽ 1/3. Birds എഴുതുകയാണെങ്കിൽ 1/3. Okay. Next question, is red less than 1/3 of the flag? Why? Less than 1/3 of flag. അതായത് റെഡ് എന്ന് പറയുന്നത് ഫ്ലാഗിന്റെ 1/3 കുറവാണോ? എന്തുകൊണ്ട് ആണോ? കുറവാണോ? അല്ല, നോ, ഇറ്റ് ഈസ് ഈക്വലി ഡിവൈഡഡ്. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒന്നിലും കുറവില്ല, 1/3 ആണ്. This is flag of Myanmar. Another flag is given, Myanmar. Myanmar flag. It's a rectangular shape, and here is another shape. It is an emblem for Myanmar. It's in blue color. Okay, baki all are red. These all are red. This part is blue color. This is flag of Myanmar. Myanmar is our neighborhood. നമ്മുടെ അടുത്ത് കിടക്കുന്ന അയൽരാജ്യമാണ്. Is blue more than 1/4 of flag is or less? Is blue more than 1/4 of the flag? അപ്പം ഈ ഫ്ലാഗിനെ ഞാൻ 1/4 മീൻസ് 1/4 നാലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, I divide this into I divide this into 4 equal parts. Is it correct? ഏകദേശം ഒരു 4 പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിന്റെ 1/4 എന്ന് പറയുമ്പോൾ ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഇതിനകത്ത് 1/4 ഇത്രയും വന്നെങ്കിൽ മാത്രമേ ഈ ബ്ലൂ കളർ 1/4 എന്ന് പറയാൻ പറ്റൂ, അല്ലേ? ഇത്രയും ഭാഗം 1/4, ഇത്രയും ഭാഗത്ത് ഈ ബ്ലൂ വന്നിരുന്നെങ്കിൽ മാത്രമേ 1/4 എന്ന് പറയാൻ പറ്റൂ. നിങ്ങൾ ആ മ്യാൻമാറിന്റെ ഫ്ലാഗ് ഇച്ചിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 4 ഈക്വൽ പാർട്സ് ആക്കി നോക്കിക്കേ. അപ്പോൾ ഈ ബ്ലൂ മോർ ദാൻ 1/4 ഓഫ് എ ഫ്ലാഗ് ഈസ് ഓർ ലെസ്. എന്താണ്? അപ്പോൾ 1/4 ഓഫ് ഫ്ലാഗത്തിനേക്കാൾ കൂടുതലാണോ കുറവാണോ? യെസ്, ഓൾസോ ഓൾറെഡി ഇറ്റ്സ് ലെസ് ദാൻ 1/4 ഓഫ് ദിസ് ഫ്ലാഗ്. 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിനേക്കാൾ കുറവാണ്. 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ മൊത്തം ഇത്ര ഒരു ഭാഗമൊക്കെ വേണമെങ്കിൽ ഇത്രയെങ്കിലും വേണം, ഇത് അതിന് കുറവാണ്. Guess how much of the flag is red? Is it more than 1/2? Is it more than 3/4? ഇനി നോക്കിക്കേ, റെഡ് ഭാഗം, ഇത് റെഡ് ആണ്, ഇവിടെ എല്ലാം റെഡ് ആണ്. അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഗസ് ഹൗ മച്ച് ഓഫ് ദ ഫ്ലാഗ് ഈസ് റെഡ്? എത്ര ഭാഗം റെഡ് ആയിട്ടുണ്ട്? എത്ര ഭാഗമുണ്ട്? 1 2 3 3/4. 4ആയിട്ട് വായിച്ച 3 ഭാഗമുണ്ട്. അത് കൂടാതെ പിന്നെ ഇത്രയും ഭാഗം കൂടെ ഉണ്ടല്ലോ. അപ്പം 3/4 കൂടുതലുണ്ട്. 3/4 എന്ന് പറയുമ്പോൾ ഇത് 1 2 3 ഭാഗം തന്നെ ഇതുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് ഈ ബ്ലൂവിന്റെ അടുത്ത് ഇത്രയും ഭാഗമുണ്ട്. അപ്പം 3/4 is it more than 1/2? രണ്ടായിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗത്തിനേക്കാൾ കൂടുതലാണോ? ഇനി ഇതിനെ രണ്ടായിട്ടൊന്ന് ഭാഗിച്ചാലോ?
1/2-നേക്കാൾ കൂടുതലാണ്. Is it more than 3/4? ഇത് കൂടുതൽ 1/2-നേക്കാൾ കൂടുതലാണ് റെഡ്. റെഡ് ഈസ് more than 1/2. 1/2-നേക്കാൾ കൂടുതലാണ്. അങ്ങനെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈസ് ഇറ്റ് മോർ ദാൻ 3/4? 3/4-നേക്കാൾ കൂടുതലാണോ? 4 3/4-നേക്കാൾ കൂടുതലാണോ? 1 2 3 ഇത്ര തന്നെ 3 ആയി. അതിന്റെ കൂടുതലില്ലേ, ഇത്രയും കൂടെ ഉയർത്തില്ല. അപ്പോൾ 3/4-നേക്കാൾ മോർ ദാൻ 3/4 or 3/4. മോർ ദാൻ 3/4 ആണ്. റെഡ് ഈസ് മോർ ദാൻ 1/2 ആണ്. ലെസ് ദാൻ 1/4 ആണ്. ബ്ലൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1/4 ആണ്. 4 ഭാഗിച്ചതിൽ ഒരു ഭാഗത്തിന്റെ അത്രയും പോലും ഇല്ല. ലെസ് ദാൻ 1/4 ആണ് ഓർ 1/4 ആണ്. ഇനി റെഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1/2 ആണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഇതൊരു 1/2 ഇതൊരു 1/2. ഈ ഒരു 1/2-നേക്കാൾ കൂടുതലാണ്. അതേപോലെ മോർ ദാൻ 3/4 1 2 3. റെഡിന് ഇതിനെ 4 ഭാഗിച്ചു കഴിഞ്ഞാൽ 3 ഭാഗം ഉണ്ട് ഓൾറെഡി ഫുള്ള് റെഡ്. അത് കൂടാതെ ഇത്രയും കൂടെ വരും. അപ്പം മോർ ദാൻ 3/4. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ട്. കളക്ട് ആസ് മെനി ഫ്ലാഗ് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾ ആ ഫ്ലാഗുകൾ കളക്ട് ചെയ്യുക. ഹൗ മെനി ഫ്ലാഗ്സ് ഹാവ് 3 കളേഴ്സ്? നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. ഏതൊക്കെ കളറുകളാണ് ഫ്ലാഗുകൾക്ക് വന്നിരിക്കുന്നത്? ഓർ ഓൾ ദി കളേർഡ് പാർട്സ് ഈക്വൽ ഇൻ ദിസ് ഫ്ലാഗ്. എന്നിട്ട് എല്ലാ ഭാഗവും നമ്മുടെ ഇന്ത്യയുടെ പതാക പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരു ഈക്വലി ആണോ കളർ കൊടുത്തിരിക്കുന്നത്? അതോ ഇതേപോലെ മ്യാൻമാറിന്റെ പോലെ കുറച്ച് ഭാഗം ബ്ലൂ കുറച്ച് ഭാഗം റെഡ് അങ്ങനെ വല്ലതും ആണോ? ദിസ് ഈസ് ദ ഫ്ലാഗ് ഓഫ് മാത് ക്ലബ് ഇൻ എ സ്കൂൾ കേരള. ലുക്ക്, there is another flag is given. ഒരു റെക്ടാങ്കിൾ. സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഇതിനെ ഈക്വലി 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. 1 2 3 4 5. ഓക്കെ, 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. സപ്പോസ് ഈക്വലി ഡിവൈഡഡ്. ഇതെന്ന് പറയുന്നത് മാത് ക്ലബ് ഫ്ലാഗ് ആണ്. മാത് ക്ലബ് ഫ്ലാഗ്. കേരളത്തിലൊരു മാത്സ് ക്ലബ് ഉണ്ട്. അതിന്റെ ഫ്ലാഗ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഒരു ലോഗോ ഒക്കെ തന്നിട്ടുണ്ട്. ലോഗോ ഒക്കെ നോക്കുക. ലോഗോ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ. അതിന്റെ ലോഗോ ഞാൻ വരച്ചാൽ ഒരു സ്ക്വയർ, അതിന്റെ താഴെ ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, പിന്നെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ, പിന്നെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ, സോറി റെക്റ്റാങ്കിൾ അല്ല ട്രയാങ്കിൾ. അതിന് മേളിൽ ഒരു പാരലോഗ്രാം. പാരലോഗ്രാം, another triangle. Okay, another triangle. ഇതാണ് this one is the logo of math club. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റ് നോക്കിയാൽ മതി. എന്നിട്ട് അതിന്റെ കളേഴ്സ് നോക്കുക. ഇത് റെഡ്, this one is red, this one is green, this one is yellow, this one is blue, last one is again red. Okay, now is there a math club in നിങ്ങളുടെ സ്കൂളിൽ മാത്ത് ക്ലബ് വല്ലതും ഉണ്ടോ? നമുക്ക് ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കണം. മാത്സിൻ്റെ ഒരു ക്ലബ്ബൊക്കെ രൂപീകരിച്ച് വർക്കുകളൊക്കെ നടക്കണം. ഇതിപ്പോൾ എന്തായാലും തൽക്കാലം ഒരു കേരളത്തിലെ ഒരു മാത്സ് ക്ലബിൻ്റെ ഫ്ലാഗും അതിൻ്റെ ലോഗോയും ഒക്കെയാണ്. അപ്പോൾ what part of the flag is colored in red? What part of the flag is colored in red? റെഡിന്റെ ഫ്ലാഗിന്റെ എത്ര ഭാഗം കളർ ചെയ്തു? ടോട്ടൽ എത്ര റെഡ്? ടോട്ടൽ ഹൗ മെനി പാർട്സ്? 1 2 3 4 5. ടോട്ടൽ 5 parts. In 5 parts, how many is in red color? Here is also 1. Here is also red. Then there is 2 parts. 2/5. How to read this? 2/5. 2/5 parts. 2/5 parts is
red. 2/5. Okay, അല്ലെങ്കിൽ 2/5. Okay, anyway we can read it as 2/5. What part is green? Green, how many parts? Green. Here there is green only one parts. Only one parts. Total parts 5. So 1/5. How to read this as 1/5. 1/5 is green. Okay. Then നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ട്. ഒരു റെക്ടാങ്കിൾ വരച്ച് നിങ്ങളും അതേപോലെ ഒരു ഫ്ലാഗുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള കളറുകളൊക്കെ ചേർത്തിട്ട്. എന്നിട്ട് വാട്ട് പാർട്ട് ഓഫ് ദ ഫ്ലാഗ് ഡിഡ് യു കളർ ഇൻ റെഡ്? എന്നിട്ട് നിങ്ങൾ തന്നെ അത് റെഡ് എത്ര ഭാഗം കളർ ചെയ്തു, ഗ്രീൻ എത്ര ഭാഗം കളർ ചെയ്തു, അങ്ങനെ നിങ്ങളതല്ലെങ്കിൽ വേറെ ഏതൊക്കെ കളർ യൂസ് ചെയ്യും അതൊക്കെ ഒന്ന് പറഞ്ഞു. ഇനി ഒരു മാജിക് ടോപ്പ്. ടോപ്പ് മീൻസ് വാട്ട് ഇസ് ടോപ്പ്? പമ്പരം. ടോപ്പ് മീൻസ് പമ്പരം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. നിങ്ങൾ അതിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കട്ട് ചെയ്യുക. ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 3 സെന്റിമീറ്റർ റേഡിയസ്. റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കോമ്പസിനകത്ത് സ്കെയിൽ ഉപയോഗിച്ച് സ്കെയിലിനകത്ത് 0 to 1 2 3 ഇങ്ങനെ ഇടാൻ. ഇപ്പോൾ കോമ്പസ് ഈ 0 കുത്തിക്കൊണ്ട് മറ്റേ ഹാൻഡിൽ 3 ആക്കുക. ഓക്കെ, ഇവിടെ പെൻസിൽ യോജിപ്പിക്കുക. പെൻസിൽ യോജിപ്പിച്ചിട്ട് ഇവിടെ കുത്തിക്കൊണ്ട് ഇങ്ങനെ കറക്കുക. അതായിരിക്കും 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. വരച്ച ശേഷം ഡിവൈഡ് ദ സർക്കിൾ ഇൻടു 8 ഈക്വൽ പാർട്സ്. ഇനി ഇതിനെ ഒരു 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വലി 8 പാർട്സ് ആണ്. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ 3 സെന്റിമീറ്റർ റേഡിയസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിനെ ഈക്വൽ ആയിരിക്കണം 8 പാർട്സ് ആയിട്ട്. ഇപ്പോൾ എത്ര ഭാഗമായി? 4. എത്ര ഭാഗമായി? 1 2 3 4 5 6 7 8. 8 ഈക്വൽ പാർട്സ് ആയി. ഞാൻ വരയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് വരും. നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. എന്നുവെച്ചാൽ കറക്റ്റായിട്ട് ഒരു സർക്കിൾ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലോട്ട് വരയ്ക്കുക. അതിൻ്റെ ഈ നടുക്കോട്ട് വരയ്ക്കുക. നിങ്ങളൊരു പേപ്പർ എടുത്ത് മടക്കി സർക്കിൾ ആക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് മടക്കുന്നതാണ് കാര്യം. അതിനെ വീണ്ടും ഈ രീതിയിൽ ഈക്വലി കട്ട് ചെയ്യുക. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഈക്വൽ കളറാണ്. അപ്പോൾ ഇത് എത്ര ഭാഗമുണ്ട്? ടോട്ടൽ 8 ഭാഗമുണ്ട്. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കളർ. ഇനി ഇത് നിങ്ങൾ കളർ ചെയ്യണം. ടോട്ടൽ 8 പാർട്സ് ചെയ്യണം കേട്ടോ. ചെയ്ത് എന്നെ കാണിച്ചു തരണം. ടോട്ടൽ 8 പാർട്സ്. ഇനി ഇതിനകത്ത് കളർ ചെയ്യണം. കളർ ചെയ്യുമ്പോൾ റെഡ് ചെയ്യേണ്ടത് 2/8. 2/8 ഭാഗമുണ്ട്. ഓറഞ്ച് 1/8. യെല്ലോ 1/8. ഓക്കെ. അപ്പം തന്നിരിക്കുന്നതിനകത്ത് ഈ ഫിഗറിനകത്ത് ടോട്ടൽ 8 ഭാഗമുണ്ട്. ഇതിനകത്ത് 2 ഭാഗം നിങ്ങൾ റെഡ് ചെയ്യുക. ഇത് റെഡ് 2 ഭാഗം റെഡ് ചെയ്യുക. ഓറഞ്ച് ഒരു ഭാഗം ഓറഞ്ച് ചെയ്യുക. യെല്ലോ ഒരു ഭാഗം യെല്ലോ ചെയ്യുക. ഇതിന് ശേഷം ബാക്കി ഭാഗം വല്ലതും കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ചെയ്യാം. ബാക്കിയുള്ള ഭാഗത്തും അതേപോലെ ഇഷ്ടമുള്ള കളറുകൾ ചെയ്യാം. എന്നിട്ട് ഈ ടോപ്പ് അതിൻ്റെ ഇടയിൽ നടുക്കൂടെ ഒരു ഈർക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാച്ച് സ്റ്റിക്കോ കുത്തി കയറ്റുക. ഇനി ഇതൊന്ന് കറക്കി നോക്കുക. മനസ്സിലാക്കിയോ? ഇതിനകത്തൂടെ കുത്തിയിട്ടൊരു പോയിന്റഡ് ആയിട്ടുള്ള സ്ഥാനം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി വിടുക. സ്പിന്നർ ഇങ്ങനെ കറക്കി വിടും. നമുക്ക് കറക്കി വിടുക. അപ്പം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ എല്ലാ കളറും കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. നമുക്കൊരു വൈറ്റിഷ് ആയിട്ടുള്ള കളറേ കാണാൻ പറ്റും. വൈറ്റിഷ് ആയിട്ടുള്ള ഒരു കളർ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാ കളറും സെപ്പറേറ്റ് കാണാൻ പറ്റത്തില്ല. അത് നമ്മൾ സയൻസിനകത്ത് പഠിക്കുന്നതാണ്. നമ്മൾ എല്ലാ കളറും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് വൈറ്റ് കളർ ആവുന്നത്. സ്പീഡ് കുറയുന്നതനുസരിച്ച് കളർ തെളിഞ്ഞ് വരും. നിങ്ങളുടെ അനിയത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെയ്തിട്ടൊന്ന് നോക്കണേ. എല്ലാ കളറും സെപ്പറേറ്റ് കാണാൻ പറ്റുമോ? അതോ നിങ്ങൾക്ക് ഒറ്റ കളർ വൈറ്റായിട്ട് തോന്നുന്നോ എന്തായിട്ട് തോന്നുന്നു എന്ന് നിങ്ങൾ എഴുതണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസ് ടൈമാണ്.
Raji, 1/3 to Sugata, and 1/6 to Sheila. She ate the remaining part. How many pieces of chocolate did each get? Right here. അപ്പോൾ ഒരു ചോക്കോബാർ, നിങ്ങൾ എന്താ പറയുന്നത്, 5 സ്റ്റാർ അല്ലെങ്കിൽ മിൽക്കി ബാർ, അതിൻ്റെ ഒരു ചോക്ലേറ്റ് പീസ്. അത് എങ്ങനെയാണ് ചോക്ലേറ്റ് പീസ് ഇരിക്കുന്നത്? ഇതല്ലേ ചോക്ലേറ്റ് പീസ്? മിൽക്കി ബാറിന്റെ ചോക്ലേറ്റ് ആണ്, അല്ലെങ്കിൽ 5 സ്റ്റാർ, എന്തോ കിറ്റ്കാറ്റോ, എന്തായാലും ചോക്ലേറ്റ് പീസ്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മഞ്ജു, ഇത് ഹു ഹാഡ് ദിസ്? മഞ്ജു ഹാഡ്. മഞ്ജുനാണ് ഉള്ളത്. മഞ്ജു ഹാഡ് എ ചോക്ലേറ്റ് പീസ്. ഷീ ഗേവ് 1/4 ഓഫ് ടു രാജി. രാജി ഗോട്ട് 1/4. 1/4 means 1/4. How many pieces are there? How many pieces are there? How many pieces? Total 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 pieces ഉണ്ട്. ഇതിന്റെ 12നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ 12ന്റെ 4 ഭാഗം രാജിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ 12 പീസസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിലൊരു ഭാഗം രാജി. അതാണ്, അങ്ങനെയാണ് രാജിക്ക് എത്ര പീസ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. താഴെ കിടക്കുന്ന നമ്പറിന്റെ ടേബിൾ പറഞ്ഞിട്ട് ഇവിടെ വരെ നോക്കുക. 1/4 is 4, 2 4s are 8, 3 4s are 12. അപ്പോൾ ഈ 4 അങ്ങ് വെട്ടിക്കളഞ്ഞ് 1/4 is 4, 3 4s are 12. So 1 into 3 is equal to 3. അപ്പോൾ 3 part അല്ലെ 3 piece രാജിക്ക് കിട്ടി. 3 piece രാജിക്ക് കിട്ടി. നെക്സ്റ്റ് 1/3 to സുഗത. സുഗതയ്ക്ക് എത്ര കൊടുത്തു? സുഗത ഗോട്ട് 1/3 of this 12. മൊത്തം 12നകത്ത് 1/3 ആർക്ക് കൊടുത്തു? സുഗതയ്ക്ക് ടോട്ടൽ ഇൻറ്റു അവൾക്ക് കിട്ടിയ ഭാഗം, അങ്ങനെയാണ് എത്ര പീസ് കിട്ടിയെന്ന് കാണുന്നത്. അപ്പോൾ 1/3 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 1/3 to സുഗത. 1/3 എന്ന് പറയുമ്പോൾ എത്ര എന്തിയാണ്? ടോട്ടൽ ഇതൊരു 12 പീസ് ഉണ്ട്. ഈ 12ന്റെ 3/1 ഭാഗം സുഗതയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ 1/3 of 12 ആണ് കാണുന്നത്. 3യുടെ ടേബിൾ പറയാം. 1 3 is 3, 4 3s are 12. So 1 into 4 is equal to 4 piece. Okay, മനസ്സിലായോ? Okay, then 1/6 to Sheila. ഇനി Sheila got how many? 1/6 part to Sheila. ഷീലയ്ക്ക് 1/6. എന്തിന്റെ 1/6? മൊത്തം 12ന്റെ 1/6 ആറായിട്ട് വായിച്ചിട്ട് ഒരു ഭാഗം എന്ന് പറയുമ്പോൾ എത്ര? 1/6 is 6, 2 6 are 12. അപ്പോൾ എത്രയായി? 1 into 2 is equal to 2 piece. അപ്പോൾ ഇവിടെ 2 pieces ഷീലയ്ക്ക് കിട്ടി, സുഗതയ്ക്ക് 4 piece, രാജിക്ക് 3 piece. How many and she ate remaining parts. ബാക്കി ആര് നിന്ന്? മഞ്ജു തന്നെ നിന്ന്. ബാലൻസ് മഞ്ജു തന്നെ നിന്ന്. എല്ലാവർക്കും ഇച്ചിരിച്ച് കൊടുത്തു. ആദ്യത്തെ ആൾക്ക് രാജിക്ക് 3 piece, സുജാത 4 piece and Sheila 2 piece. The remaining parts were eaten by Manju. Then how many parts eaten by Manju? അങ്ങനെയാണെങ്കിൽ മഞ്ജു എത്ര ഭാഗം? നമുക്ക് നോക്കാം. ഇവര് 3 പേരുടെ ടോട്ടൽ how many parts? They 3 friends were each. ഈ 3 പേരുടെ എത്ര ഭാഗം ചെയ്യുന്നു? Total parts is equal to 12. The parts of pieces of chocolate eaten by friends. 3 friends ഇവിടെ എത്ര ചെയ്യുന്നു? ആദ്യത്തെ ആള് 3 പ്ലസ് രണ്ടാമത്തെ ആള് 4, നെക്സ്റ്റ് 2. 4 plus 3 7 plus 2 9. Total how many is there? 12. Remaining മൊത്തം 12ൽ 9 ഭാഗം ഫ്രണ്ട്സിന് കൊടുത്തു. ബാക്കി ആര് കഴിച്ചു? മഞ്ജു. So the number of pieces eaten by മഞ്ജു കഴിച്ച എങ്ങനെ കാണുന്നത്? മഞ്ജു കഴിച്ച എങ്ങനെ കാണും?
ഫ്രണ്ട്സിനെല്ലാം കൂടെ 9 പീസ് കൊടുത്തു. മൊത്തം 12 ഉണ്ടായിരുന്നു. ബാക്കി അവള് കഴിച്ചു. അപ്പൊ എങ്ങനെയാ ബാക്കി കാണുന്നത്? എങ്ങനെയാ? ബാലൻസ്. റിമൈനിങ് മീൻസ് ബാലൻസ്. 12 minus 9 is equal to 12 minus 9. എത്ര ഭാഗമാ? 3 പീസ് മാത്രമേ മഞ്ജു കഴിച്ചു കേട്ടോ. പാർട്ട് ഓഫ് ദ ചോക്ലേറ്റ് ഡിഡ് മഞ്ജു ഈറ്റ്. 3 പാർട്സ് മഞ്ജു കഴിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ എ ആണ് ഈ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി. Question number B is color the hairs. Page number 53. Here is some pictures are given here. Here, color 1/3 of hat in red. Some hats are given. Okay. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഹാറ്റ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഒരു 15 ഹാറ്റ്സ് ഉണ്ട്. ഇത് 1 ഹാറ്റ്സ്, 2 ഹാറ്റ്സ്, 3 ഹാറ്റ്സ്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാറ്റ്സ് ആണ് ടെക്സ്റ്റിൽ തന്നേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ടൈപ്പ് ഹാറ്റ്സ് ആണ് വരയ്ക്കുന്നത്. 3 4 5 6 7 8 9 10 11 12 13 14 15. 15 hats were here. Here color 1/3 hats red. Red എത്ര ഭാഗം കളർ ചെയ്യണം? 1/3 ഭാഗം റെഡ് കളർ ചെയ്യണം. And 3/5 hats blue. Blue is equal to 3/5. Okay, 3/5 ഭാഗം ഇതിനകത്ത് ബ്ലൂയിൽ കളർ ചെയ്യണം. ഇനി എന്നിട്ട് കണ്ടുപിടിക്കണം how many hats did you color it. 1/3 ഭാഗം നിങ്ങൾ റെഡ് കളർ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും ഭാഗം റെഡ് കളർ, ഈ 15 തൊപ്പിയില്ല 1/3 ഭാഗം നിങ്ങൾ കളർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര തൊപ്പി നിങ്ങൾ കളർ ചെയ്തു? അതാണ് ക്വസ്റ്റ്യൻ. 1/3 ഭാഗം, ഇത്രയും ക്യാപ്പിന്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏതിന്റെ 15ന്റെ എന്ന് പറയുമ്പോൾ ഇൻറ്റു എത്ര ടോട്ടൽ 15 1/3 ഓഫ് 15 എത്ര ആൻസർ കിട്ടുമെന്ന് നോക്കിയാൽ മുമ്പ് എങ്ങനെ ചോദിച്ചിട്ടില്ലേ? ചോക്ലേറ്റിന്റെ 1/2 ഭാഗം സുജാതയ്ക്ക് കൊടുത്തു, എന്തായിരുന്നു രാജിക്ക് കൊടുത്തു, സുഗതയ്ക്ക് കൊടുത്തു, ഷീലയ്ക്ക് ഇത്ര ഭാഗം കൊടുത്തു. അപ്പം ഇൻഡേ മീൻസ് ഇൻറ്റു, അത് ഓർത്ത് വെച്ചതാണ്. അപ്പോൾ ഈ 1/3 ഓഫ് ദിസ് ഓൾ ക്യാപ്സ് can be colored in red color. For that, to find out 1/3 of 15. So, what is number? 1 3 is 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15. So, 1 into 5 is equal to 5. So, you can color in red 5 caps. ഇതിനകത്ത് 5 caps നിങ്ങൾക്ക് റെഡ് ചെയ്യാം. Red, this one red, മൂന്നായി റെഡ്. അപ്പം നിങ്ങൾക്ക് എത്ര തൊപ്പി റെഡിൽ ചെയ്യണം? 5 caps or 5 caps. Next one is blue. How many caps or how many hats can be colored in blue? 3/5 parts. 3/5 of which? How many? 3/5 of total 15. Again cut. 1/5 is 5. 3 5s are 15. So 3 into 3 is equal to 9. So you can color 9 hats in blue color. This one 1 2 3 4 5 6 7 8 9 ഭാഗം. What part of the hats are not colored? എത്ര ഭാഗം കളർ ചെയ്തില്ല? എത്രണ്ണം കളർ ചെയ്തില്ല? 1. ഒരെണ്ണേ ഉള്ളൂ കളർ ചെയ്യാത്തത്. അത് എത്ര ഭാഗമാണ്? How many parts? Only 1 parts. Out of total how many hats are there? Total 15. So not colored hats is equal to 1/15.
1/15. That means ഒരു ക്യാപ്പ് കളർ ചെയ്യാനുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കളർ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി അനദർ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് question number C, equal parts of a triangle. You want to equalize a triangle. Here is a triangle. Here you want to equally divided this triangle. Equally divided here. So I find out the center point of this triangle and cut this in way and this way and this way. So approximately this is equal in sizes. ഇതേ സൈസ് തന്നെയാണ് ഈ സൈസ്. ദാറ്റ് ഈസ് ഈ ഒരു സൈസ്, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇതേപോലെ ഒരു സൈസ്, അപ്പോൾ ഇതേപോലെ ഒരു സൈസ്. ഇങ്ങനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു ട്രയാങ്കിളിനെ കട്ട് ചെയ്യാം. വേറൊരു ട്രയാങ്കിൾ തന്നിട്ട് നൗ ട്രൈ ടു മേക്ക് 3 ഈക്വൽ പാർട്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഇൻ എ ഡിഫറെൻറ്റ് വേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ട്രയാങ്കിളിനെ കട്ട് ചെയ്യാം. then അതിന് കളറൊക്കെ കൊടുത്തു നോക്കാം. അതൊക്കെ ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് 6 parts of a rectangle. Page number 54. Page number 54, question number D. 54, question number D. Rani has divided a green rectangle into 6 equal parts like this. Look, it's a rectangle. Rani divided into 6 equal parts. എങ്ങനെയാണ് ഈക്വൽ പാർട്സ് ആക്കിയത്? ആദ്യം ഇതിനെ 2 തുല്യ ഭാഗമാക്കി മാറ്റി. ഓക്കെ, 2 ഈക്വൽ പാർട്സ്. എന്നിട്ട് ഈ ആദ്യത്തെ ഭാഗത്തെ വീണ്ടും 3 ഈക്വൽ പാർട്സ് ആക്കി. അടുത്ത ഈ ഭാഗത്തിനെ വീണ്ടും 3 ഈക്വൽ പാർട്സ്. കണ്ടോ? അപ്പം ഇതെല്ലാം തുല്യമായിട്ടുള്ള സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. തുല്യമായിട്ടുള്ള പാർട്സ് ആണ്, ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡ്രോ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇനി നിങ്ങൾ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ എടുത്തു. എങ്ങനെ ഈക്വൽ രീതി, ഈക്വൽ 6 പാർട്സ് ആക്കിക്കേ. ഇൻ 1 കേസ് ഈക്വലി divided into 6 parts by vertically. 1 2 3 4 5 6 ആക്കാം. ഇനി വേറെ കേസ്, അനദർ കേസ് ആണെങ്കിൽ another case is horizontally we can divide it into 6 parts. 1 2 3 4 5 and 6. This is also 6 equal parts. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാം, ഇങ്ങനെ വേണം ചെയ്യാം, ഇങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് 6 equal parts ആയിട്ട് ചെയ്യാം. ഇനി another discussion കൊടുത്തിട്ടുണ്ട്. How will you check that each part is really 1/6 of that rectangle? The green rectangle is bigger than the blue one. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. 1 is green, another is blue. ഇത് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതുമാണ്. The green rectangle is bigger than the blue one. ബ്ലൂവിനേക്കാൾ വലുതാണ് green. Can we say that 1/6 of green rectangle is bigger than 1/6 of blue rectangle? അപ്പോൾ 1/6 of green rectangle ഇവിടെ തന്നെ ഇത് ഗ്രീനും ഇത് ബ്ലൂ. സപ്പോസ് ദിസ് ഈസ് ബ്ലൂ, അല്ലെങ്കിൽ ഇത് ഗ്രീൻ, ഇത് ബ്ലൂ. ഇതിനകത്ത് 1/6 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം, ഇതിനകത്ത് നോക്കിയാൽ 1/6 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം. ബോത്ത് ആർ ഈക്വൽ ആണോ? നോ, നോട്ട് ഈക്വൽ ഇൻ സൈസ്. സോ ടുഡേ we conclude our class. Okay, next topic is another main topic. On next week, next class we will discuss on about that. Till then ഇതെല്ലാം ഈസി ആയിട്ടുള്ളതെല്ലാം വരച്ച് ട്രൈ ചെയ്യണം. നോട്ട് ഞാൻ PDF ആയിട്ട് സെൻഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ. ഓക്കെ, till then bye.